ഭാഗം 5 സൂര്യനാഥൻ പറയുന്നത് സത്യത്തേട് ഭാരത പൗരനായി പറയുന്നത്. സത്യം എന്നാൽ ശരീരത്തിലിരുന്ന് ഉത്ഭവിക്കുന്നത്, അത് മനസ്സ്. ആ മനസ്സ് തേടുന്നതാണ് സത്യത്തേടൽ. ഇവിടെ ഭക്തിക്ക് സത്യത്തേടൽ എന്നാൽ ശരീരത്തേടൽ. അത് ചായം പൂശി ചമഞ്ഞൊരുങ്ങി ആംഗ്യം കാണിച്ച് അഭിനയിച്ച് ചിരിച്ച് കൊഴുത്ത് പറയുന്ന തത്വം അല്ല. മുഖം പാടി അനുഭവിച്ച് തേടി 60 വയസ്സിന് മുകളിൽ പറയുന്നത് ശരീരത്തിരയൽ. ആപ്പിൽ നിങ്ങൾ ചോദിച്ചാൽ കിട്ടും. ഇവിടെ പറയുന്നത് പകുതി ചേർന്ന് പറയും. അത് തമിഴ് സിദ്ധന്മാരുടെ തത്വത്തിൽ കൂടി പറയും. അതിൽ സംസ്കൃതത്തിനേക്കാളും വേറിട്ട് നിൽക്കുന്നത് എന്ന് അങ്ങനെ പറയുമ്പോൾ ഇവിടെ തമിഴ് തത്വം പറയുന്നത് മുള്ളുകൊണ്ട് പനയോലകളിൽ എഴുതി അനേക സിദ്ധന്മാരുകൾ എഴുതിയ ഓലക്കുറിപ്പുകൾ തഞ്ചാവൂരിൽ 50,000-ന് താഴെ ഉണ്ട്. നിങ്ങൾക്ക് പോയാൽ മനസ്സിലാക്കാം. അവരുകളൊക്കെ അതിൽ എഴുതിയത് ശരീരത്തിനെ കുറിച്ചാണ്. അതിൽ നാരായണ ഗുരു വരെ പെടും. അങ്ങനെ പറയുന്നതിൽ ശരീരത്തിൽ ദശവായുക്കൾ പ്രവർത്തിക്കണമെങ്കിൽ പര വേണം. പര ഉണ്ടെങ്കിൽ ദശവായുക്കൾ പ്രവർത്തിക്കുവാൻ ദശനാഡികൾ വേണം. അത് ശരീരത്തിൻ്റെ ഉള്ളിൽ രണ്ടും ചേർന്നാലേ ജീവൻ, ചലനശക്തി, ശരീരശക്തി എല്ലാം ഉണ്ടാകുക. അത് ഇവിടെ പറയുന്ന ആ ദശനാഡികളാണ് ഓരോ കഥകളിലും വരും. ആ പേരുകൾ നോക്കാം. ഇവിടെ പേരുകൾ മാത്രം അല്ല പറയുന്നത്, അതിൻ്റെ തത്വങ്ങളും പ്രവൃത്തിയെക്കുറിച്ച് പറയുന്നത് ശരീരത്തിൽ. ഇവിടെ ജാതി മതം അല്ല വലുത്. ഗ്രന്ഥങ്ങളും അതാണ് ഇന്ന് ആക്കി. ഇതിലിരുന്നാണ് തേടുന്നത്. ദശനാഡികൾ ഇടക്കല, പിൻകല, ചുഴിമുന, ചിങ്കുവ, പുരുടൻ, ഗാന്ധാരി, അത്തി, ഗുരു, അലമ്പുടൈ, ചങ്കിലി. പ്രവർത്തനം ദശയ്ക്കുൾ നിങ്ങളുടെ ഉള്ളിലും പ്രവർത്തിക്കുന്നത്. അതുകൊണ്ടാണ് നിങ്ങൾ നടക്കുന്നത്. ഈ ഷർട്ട് നോക്കുക, കള്ളി. അതുപോലെ നിങ്ങളുടെ മനസ്സ്. എത്ര എന്നാൽ ആയിരക്കണക്കിന് മനസ്സുകൾ മാറി മറിയുന്നത് ഈ ദശനാഡി തുടുപ്പിലും ദശവായുക്കളിലും ചേർന്ന് ആഹാരക്കൊഴുപ്പിൽ നടക്കുന്നു. ഇടക്കല, നിങ്ങൾ ഒരു ശ്വാസം വലിച്ച് അത് ഉള്ളിൽ കൂടി ഇറക്കുമ്പോൾ അത് നെറ്റി, ചങ്ക്, നെഞ്ച്, ജലക്കുടൽ, അന്നക്കുടൽ, മലദ്വാരം വഴി വലത് കാൽ പെരുവിരലിൽ കൂടി ഇറങ്ങി സകല അവയവങ്ങളെയും തൊട്ട് തഴുകി അതിൻ്റെ നാറ്റത്തിനെ കൊണ്ട് നാസിയിൽ കൂടി ഇടത് നാസിയിൽ കൂടി ചുറ്റിപ്പറ്റി ആ ശ്വാസം പുറത്ത് കളയുന്നത് നാറ്റം. അതുപോലെ രണ്ടാമത്തെ ശ്വാസം വലിക്കുമ്പോൾ നിങ്ങളറിയാതെ ഇടത് കാല് വരെ എത്തി വലത് നാസിയെ ചുറ്റി അത് ശ്വാസം പുറത്ത് പോകുന്നത് സകല അവയവങ്ങളെയും തഴുകി നാറ്റം. ഈ ഓരോരോ ശ്വാസം സകല അവയവങ്ങളെയും തഴുകി വരുന്നത് യുഗം. അത് അക്ഷരസ്വരം അറിയുന്നതിൽ കൂടി മനസ്സിലാക്കണം. യു ക യും. അങ്ങനെ വരുന്നതിൽ ചുഴുമുന
മലദ്വാരത്തിൽ മലം പോകുന്നതിൽ കൂർപ്പ് തുടക്കം നമുക്ക് നട്ടല്. അതിൽ കൂടി ശ്വാസം വലിക്കുന്നത്, അതിൻ്റെ ഉള്ളിൽ കൂടി കയറുന്നത് ശിരസിൽ കൂടി പിൻകഴുത്ത് കൂടി മുൻ നെറ്റിയിൽ വന്ന് നിൽക്കും. ചിങ്കുവൈ ഉൾനാക്കിലിരുന്ന് ഉണ്ടാവുന്ന കുമിൾ കടൽ പത പോലെ ഉള്ളത്, ആ ഉപ്പ് രസം, അത് 6 രുചിയായി കഴിക്കുന്ന ജല അംശം ശരീര അവയവങ്ങളിലിരുന്ന് വരുന്നത്, അത് നാം നാവിൻ്റെ ഉള്ളിൽ വലിയുന്നതും പുറത്ത് തുപ്പുന്നതും, അതിൽ കൂടി ഉണർവിന്, ശരീര ഉണർവിന് കാര്യമാവുന്നത്. പുരുടൻ വലത് കണ്ണിൻ്റെ കറുത്ത മണിയിനെ ചലിപ്പിക്കുന്ന ശക്തി. വലത് കണ്ണ് മായ, സൂര്യൻ. ഗാന്ധാരി ഇടത് കണ്ണിൻ്റെ കറുത്ത മണിയിനെ ചലിപ്പിക്കൽ. ഇടത് കണ്ണ് കാം, ചന്ദ്രൻ. അത്തി വലത് കാതിലിരുന്ന് സ്വരശബ്ദങ്ങളെ കേൾപ്പിക്കുന്നത്. ഗുരു ഇടത് കാതിലിരുന്ന് ശബ്ദങ്ങളെ കേൾക്കുന്നത്, അത് വിനത്തത്വം. വലത് കാതും ഇടത് കാതും, അത് ഭക്തിയാവുന്ന ശരീരത്തിൽ സ്വരം. സ്വരതത്വത്തിന് പാടില്ല, അത് അങ്ങനെ ആക്കി എടുക്കുന്നത് അമൃത് എന്ന് പറയുന്നത് കുണ്ടലിനി യോഗത്തിന്. അലമ്പുട കണ്ടത്തിലിരുന്ന് ചങ്കിൽ നാസിയിൽ കിണിയുന്ന ജലത്തിനെ ഇറക്കുവാൻ ഉപായം ചെയ്യുന്നത്. കണ്ടം പാടത്ത് കണ്ടമല്ല, ലോകക്കണ്ടമല്ല, ശരീരത്തിൽ. ഈ മതം പറയുന്നവർക്ക് കണ്ടമെന്നാൽ ഇന്ന് അറിയുന്നത് പണത്തിൻ്റെ ചാക്കിൻ്റെ കണ്ടം. കണ്ടം ശരീരത്തിൽ അടിത്തൊട്ട് നാഭി വരെ അടി, നാഭി തൊട്ട് ചങ്ക് വരെ കണ്ടം, അത് നടു. അപ്പോൾ ഇവിടെ കണ്ടം എന്ന് പറഞ്ഞാൽ ചങ്ക്. ഇത് അഷ്ടാംഗയോഗം ചെയ്യുന്ന ശരീരത്തിന് അക്ഷരസ്വരം പണ്ഡിതനായി മുനിയാവുന്നവർക്ക് വേണ്ടത്. പണ്ഡിതന്മാർക്കും അറിയാം, മുനിയാവുമ്പോൾ അതിൻ്റെ അനുഭവം ശരീരമാണ്. ചങ്കിലി ശിരസിൽ മൂള, അറിവിന് തുടക്കം. അത് മലം പോകുന്ന മലദ്വാരത്തിൽ കൈവച്ച് നോക്കിയാൽ, നിങ്ങളുടെ മലദ്വാരത്തിൽ കൈവച്ച് നോക്കിയാൽ അവിടെ കിനിവ് ഉണ്ടാകും. ആ കിനിവ് നിങ്ങളുടെ ശരീരത്തിൽ സുഖം ദുഃഖം കൂടാതെ കുറയാതെ നിലനിർത്തുന്നത്. അത് നട്ടെല്ലിൻ്റെ ഉള്ളിൽ പ്രവർത്തിക്കുന്നത്. അത് ശ്വാസം വലിക്കുന്ന വായുശക്തിയോടുകൂടി ദശനാടി തുടിപ്പ്, ഇവ പറയുന്ന തുടിപ്പിൻ്റെ ശക്തിയാണ്. ഈ തുടിപ്പിൽ കൂടി നടക്കുന്ന ചെയ്യലുകൾ. ഇത് സൂര്യൻ നിറം കണ്ട് ഉദിച്ച് വെയിൽ നിറം അവിടെ കാണുമ്പോൾ ശരീരം പ്രവർത്തനം.
സൂര്യൻ്റെ ശക്തി. അത് അരുൾ ശരീരം ആക്കണം. ഈ അരുൾ ശരീരം എന്നാൽ താപതപസ് ശരീരം. ഈ താപതപസ് ശരീരത്തിൽ ഇവകളുടെ പ്രവർത്തനം മാറണം. അതിന് തൊൽക്കാപ്യം 1601 കുറിപ്പ് പറയുന്നത് ദശനാഡി ചുരുങ്ങൽ. അങ്ങനെ ഇവിടെ വരുമ്പോൾ ആ തത്വത്തിൽ നടക്കുന്നവർക്ക് അരുൾ ശരീരം ആവുന്നതിൽ വാൾ നിറം, മുത്ത്, പവിഴ നിറം എന്ന് പറയുന്നത് സൂര്യൻ്റെ ആ വെള്ള നിറം. മൂലത്തിൽ പൊന്നു നിറം കാണും, സൂര്യൻ്റെ ഉദയനിറം. ഇങ്ങനെ ഉള്ള തത്വങ്ങൾ പറയുന്നത് ദശനാഡിയും ദശവായുക്കളുടെ ശക്തിയെ ആവാഹിച്ച് എടുക്കുന്നത് പ്രാണായാമം. അത് മുനിയായി, യോഗിയായി, ത്യാഗിയായി, ഋഷിയാവുന്നത് അത് പഠിക്കാതെ എന്തും പറയാൻ കഴിയുകയില്ല. ഗ്രന്ഥങ്ങൾ എഴുതി വച്ചിരിക്കുന്നത് മറഭാഷയിൽ. അതിനെ ഇന്ന് നാം അറിയാതെ പറയുന്നത് കൊണ്ട് കാല് മേപ്പോട്ട് വച്ച് കൈ താഴോട്ട് നടന്നാൽ എന്താ അവസ്ഥ? അതാണ് ഇന്ന് ലോകത്തിനെ മാറ്റി മറിക്കുന്നത്. എഴുത്തുക്കൾ ശരിയാണ്, പറച്ചിൽ ശരിയല്ല.